PC ക്രൗണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ SCERT പാഠപുസ്തകങ്ങളാണല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ SCERT പുതിയ പാഠപുസ്തകങ്ങൾ 5, 7, 9 ക്ലാസ്സിലെ SCERT പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട്. ആ മാറിയ പാഠപുസ്തകങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ സോഷ്യൽ സയൻസിന്റെ 5ാം ക്ലാസ്സിലെ മുഴുവൻ ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ 7ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 5, 7, 9 ടെക്സ്റ്റ് ബുക്കാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ മാറിയ ടെക്സ്റ്റ് ബുക്കും നേരത്തെ ഉണ്ടായിരുന്ന ടെക്സ്റ്റ് ബുക്കും ഒക്കെ നമ്മൾ പഠിക്കണം. അങ്ങനെ 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ സോഷ്യൽ സയൻസിന്റെയും സയൻസിന്റെയും ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ മസ്റ്റ് ആയിട്ട് ഒരു PSC പരീക്ഷയ്ക്ക് പഠിച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ പഠിക്കുന്നത് കുറച്ചുകൂടി എളുപ്പമായി തീരാൻ വേണ്ടി പാഠപുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. മുഴുവൻ പാഠപുസ്തകങ്ങളെയും സോഷ്യൽ സയൻസിന് ഉൾപ്പെടുത്തിക്കൊണ്ട് 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള പഴയതും പുതിയതുമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിന് സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിൽ ചോദ്യോത്തരം എന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ചോദ്യോത്തരം എന്ന രീതിയിൽ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു പോയി കഴിഞ്ഞാൽ മുഴുവൻ SCERT പാഠപുസ്തകങ്ങളും സോഷ്യൽ സയൻസിന്റെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പിന്നീട് വായിക്കേണ്ട ഒരു ആവശ്യകതയും വരുന്നില്ല. ആ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള മുഴുവൻ ഫാക്റ്റുകളും പോയിന്റുകളും നമ്മൾ ഈ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജസ്റ്റ് വായിച്ചു വിട്ടു പോയാൽ പോലും നിങ്ങൾക്ക് ഫുൾ കവർ ആയിട്ട് വരുന്നതായിരിക്കും. അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ SCERT എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതിയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 9ാമത്തെ ചാപ്റ്റർ ആണ് SCERTയുടെ 7ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് PSC ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോക്ക് ലൈക്ക് അടിച്ചു തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അസിസ്റ്റന്റ് സെയിൽസ്മാൻ, LGS, KTET, HSA തുടങ്ങിയ നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ 9ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഭൂമി അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് മാപ്പുകളെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ തന്റെ ഒരു കുട്ടി അച്ഛനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഡിജിറ്റൽ മാപ്പിന്റെ സംവിധാനമൊക്കെയാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് നാം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടെത്തിയിട്ടില്ലേ? ഓരോ ഭൂപടം തന്നെ നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാനാകുമോ? നമ്മുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്, അതിനനുസരിച്ച് ഭൂപടം വ്യത്യസ്തമായിരിക്കും. ഭൂപടം പ്രധാനമായും ഇവിടെ 2 ഘടകങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്റർ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പൊ ഭൂപടങ്ങളെ കുറിച്ച് പഠിക്കാം. അപ്പൊ ഭൂപടങ്ങളുടെ ചരിത്രമാണ് പറയുന്നത്. മുകളിലൊക്കെ കൂടുതൽ ആക്ടിവിറ്റി ആണ് കേട്ടോ. ഭൂപട നിർമ്മാണത്തിന്റെ ചരിത്രം മനുഷ്യരാശിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ളതാണ്. ആദിമ ഭൂപടങ്ങളെ കല്ലുകളിലും തടികളിലും കൊത്തിവെച്ചുണ്ടാക്കിയിട്ടുണ്ട്. മണ്ണിലും മൃഗത്തോലിലും തുണിയിലും അവ നിർമ്മിച്ചിട്ടുണ്ട്. അറിയപ്പെടുന്ന ഏറ്റവും പഴക്കമുള്ള ഭൂപടം ഏതാണ്ട് BCE 2500 കാലഘട്ടം നിർമ്മിക്കപ്പെട്ടതാണ് കരുതപ്പെടുന്നു. മെസ്സപ്പൊട്ടാമിയുടെ ഒരു കളിമൺ ഫലകത്തിൽ വരച്ച ഭൂപടമാണിത്. ഭൂമി ഉരുണ്ടതാണെന്നും 2ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന ഗ്രീക്ക് ഭൗമശാസ്ത്രജ്ഞൻ ടോളമി വിശ്വസിച്ചിരുന്നു. അതിനനുസരിച്ച് ഒരു ഭൂപടം തയ്യാറാക്കാൻ ടോളമി ശ്രമിച്ചിരുന്നു. CE 1400കളുടെ അവസാനത്തോടെ ഒരു അറ്റ്ലസ് അച്ചടിച്ച് വരുന്നതിലൂടെ ടോളമിയുടെ ഭൂപടങ്ങളെ കുറിച്ചും പുറലോകത്തിന് അറിവില്ലായിരുന്നു. അതിനുശേഷം അവ കൊളംബസ്, ടാമ്പർഡ്, മെഗല്ലൻ, ഡ്രക്ക്, വെസ്പൂജി എന്നീ നാവികർക്ക് ഭൂമിശാസ്ത്ര വിവരങ്ങൾ ഉറവിടമായി മാറി. എന്നും ടോളമി നിർമ്മിച്ച ഭൂപടത്തെ ആധുനിക ഭൂപടങ്ങളോട് സാദൃശ്യമുണ്ട്. ഗ്രീക്ക്, അറബ് ഭൂമിശാസ്ത്രജ്ഞരാണ് ആധുനിക ഭൂപട നിർമ്മാണത്തിന് അടിത്തറ പാകിയത്. അതിപുരാതന കാലം മുതൽക്കേ ഇന്ത്യയിലും ഭൂപടം നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടന്നതായി കരുതപ്പെടുന്നു. അപ്പൊ ഭൂപട നിർമ്മാണത്തിന്റെ ആദ്യകാല ചരിത്രമാണ് ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഭൂപടങ്ങൾ പല രീതിയിലുണ്ട് അല്ലെ? രാഷ്ട്രീയ ഭൂപടം, ഭൂപ്രകൃതി ഭൂപടം, ഗതാഗത ഭൂപടം, മണ്ണ് ഭൂപടം, അങ്ങനെ ഓരോ എന്താണോ അതിനകത്ത് മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തി വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭൂപടങ്ങളുണ്ട്. ഭൂപടം നിറവേറ്റുന്ന ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ അവയ്ക്ക് തലക്കെട്ടുകൾ നൽകിയിട്ടുള്ളത്. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം പരിശോധിക്കൂ. കേരളത്തിലെ ജില്ലയുടെ വിവരങ്ങൾ നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താനാവുന്നില്ലേ? ഇതുപോലെ ഒരു ഭൂഖണ്ഡത്തെ രാജ്യത്തിന്റെ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ ഭൂപടം നിരീക്ഷിച്ച് അവ പ്രദാനം ചെയ്യുന്ന വിവരങ്ങൾ പട്ടികപ്പെടുത്തി നോക്കൂ. അപ്പൊ ഇവിടെ ഓരോ രീതിയിലുള്ള ഭൂപടങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഭൗതിക ഭൂപടങ്ങളും മറ്റൊന്ന് സാംസ്കാരിക ഭൂപടങ്ങളും. എന്തൊക്കെയാണ് ഈ ഭൗതിക ഭൂപടം അല്ലെങ്കിൽ സാംസ്കാരിക ഭൂപടം എന്ന് പറഞ്ഞാൽ? ഭൗതിക ഭൂപടം എന്ന് പറഞ്ഞാൽ പ്രകൃതി, മണ്ണ്, നദികൾ, കാലാവസ്ഥ, നൈസർഗിക സസ്യജാലങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷത ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഏത്? ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. പേര് തന്നെ ഉണ്ടല്ലേ, പ്രകൃതിദത്തമായിട്ടുള്ള സവിശേഷതകളെയാണ് എന്ത് ചിത്രീകരിക്കപ്പെടുന്നത്? ഭൗതിക ഭൂപടങ്ങളിൽ ചിത്രീകരിക്കപ്പെടുന്നത്. എന്നാൽ സാംസ്കാരിക ഭൂപടങ്ങളിലോ മനുഷ്യനിർമ്മിതമായിട്ടുള്ള സവിശേഷതകൾ ചിത്രീകരിക്കുന്നതാണ് സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണങ്ങള് രാജ്യങ്ങള്, സംസ്ഥാന ജില്ലകള്, രാഷ്ട്രീയ വിഭവങ്ങള്, റോഡുകള്, റെയിൽപാതകൾ, തുറമുഖങ്ങൾ, ജനസംഖ്യ വിതരണം, അങ്ങനെ സാംസ്കാരിക ഭൂപടം എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള സവിശേഷതകളാണ് സാംസ്കാരിക ഭൂപടത്തിൽ വരുന്നതെങ്കിൽ എന്താണ് പ്രകൃതിദത്തമായിട്ടുള്ള സവിശേഷതകളാണ് എവിടെ വരുന്നത്? ഭൗതിക ഭൂപടങ്ങളിൽ വരുന്നതെന്ന് ഓർക്കുക. ഇനി ഇവിടെ 2 ഭൂപടങ്ങളും അവയുടെ പ്രത്യേകതകളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഭൂപടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അളവിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ നമുക്ക് വർഗീകരിക്കാൻ നോക്കാം. എല്ലാ ഭൂപടങ്ങളും നിശ്ചിത അളവ് അഥവാ തോത് അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ് ഭൂപടം തയ്യാറാക്കാനുള്ള തോത്? നിങ്ങളുടെ ക്ലാസ് മുറിയിൽ രൂപരേഖ നോട്ട്ബുക്ക് വരച്ച് നോക്കൂ. ഇത് ആക്ടിവിറ്റി ആണ് കേട്ടോ. അപ്പൊ കൃത്യമായ അളവിൽ ക്ലാസ് മുറി യഥാർത്ഥ വിസ്തൃതിയിൽ രൂപരേഖ വരയ്ക്കാൻ സാധ്യമാകുമോ? തീർച്ചയായും അല്ല. ഒരു ക്ലാസ് മുറിയിൽ യഥാർത്ഥ വിസ്തീർണം ഒരു രൂപരേഖ വരയ്ക്കണമെങ്കിൽ നമുക്ക് അത്ര തന്നെ വിസ്തൃതിയുള്ള ഒരു കടലാസോ നോട്ട്ബുക്കോ വേണം. അപ്പോൾ പ്രദേശത്തിന്റെ കാര്യം എടുത്താലോ, ഒരു പ്രദേശത്തിന്റെ ഭൂപടം കൃത്യമായ അളവിൽ യഥാർത്ഥ വിസ്തൃതി തയ്യാറാക്കുന്ന പ്രദേശത്തിന് അതേ തന്നെ വലിപ്പമുള്ളൊരു പ്രതലം അഥവാ കടലാസ് ആവശ്യമാണ്. സാധ്യമാകുന്ന കാര്യമാണോ? അപ്പോൾ കൃത്യമായ അളവുകളിൽ ഭൂപടം രേഖയോ നമുക്ക് തയ്യാറാക്കുന്ന ഇവിടെ നാം തോത് ഉപയോഗിക്കുന്നു. അപ്പൊ വലിയൊരു സ്ഥലത്തിന് ഭൂപടം തയ്യാറാക്കണമെങ്കിൽ അത്രയും വലിയൊരു ഷീറ്റ് അല്ലെങ്കിൽ അത്രയും വലിയൊരു പേപ്പർ വേണം അല്ലെ. പക്ഷെ ആ ഒരു അളവിനെ നമ്മൾ ചെറിയ അളവായിട്ട് കൺവേർട്ട് ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ ചിത്രീകരിക്കുകയാണെങ്കിൽ വലിയ തോത് ഭൂപടങ്ങളുണ്ട്, ചെറിയ തോത് ഭൂപടങ്ങളുണ്ട്. വലിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുന്നത് ചെറിയ പ്രദേശത്തെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതാണ് ഇത് വലിയ തോത് ഭൂപടങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഉദാഹരണം ചോദിക്കുവാണെങ്കിൽ ധരാതലീയ ഭൂപടങ്ങൾ, വില്ലേജ് ഭൂപടങ്ങളൊക്കെ എന്താണ്? വലിയ തോത് ഭൂപടത്തിന് ഉദാഹരണമാണ്. ചെറിയ തോത് ഭൂപടം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രദേശത്തെ സംബന്ധിക്കുന്ന കേവലമായിട്ടുള്ള വിവരങ്ങൾ, ചെറിയ വിവരങ്ങൾ ശേഖരിക്കുന്നതിനാണ് ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ചെറിയ തോത് ഭൂപടം ഉദാഹരണം ചോദിക്കുവാണെങ്കിൽ ലോക ഭൂപടം, ഇന്ത്യൻ ഭൂപടം, കേരളത്തിന്റെ ഭൂപടം ഒക്കെ എന്താ? ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോ വലിയ തോത് ഭൂപടം എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ നോക്കിക്കേ. വലിയ തോത് ഭൂപടം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതാണ് വലിയ തോത് ഭൂപടങ്ങൾ. ചെറിയ തോത് ഭൂപടങ്ങൾ എന്താ? ഒരു പ്രദേശത്തെ സംബന്ധിക്കുന്ന കേവല വിവരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ചെറിയ തോത് ഭൂപടങ്ങൾ എന്നും ഓർക്കുക കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് ഭൂപട രചനയ്ക്ക് ആവശ്യമുള്ള ഘടകങ്ങൾ? തലക്കെട്ട് വേണം, തോത് വേണം, ദിക്ക് വേണം, അക്ഷാംശ രേഖ വേണം, രേഖാംശ രേഖയൊക്കെ വേണം, അംഗീകൃത നിറങ്ങൾ അല്ലെങ്കിൽ ചിഹ്നങ്ങൾ വേണം, സൂചികയൊക്കെയാണ് എന്താണ് ഒരു ഘടകങ്ങളുടെ ഭൂപട രചനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് തലക്കെട്ട്? ഒരു ഭൂപട ചിത്രീകരിച്ചുള്ള പ്രധാന ഭൗമോപരിത സവിശേഷതകളെയാണ് തലക്കെട്ട് സൂചിപ്പിക്കുന്നത്. നൽകിയിട്ടുള്ള ഭൂപടത്തിൽ തലക്കെട്ട് നോക്കൂ. കേരളത്തിന്റെ ഭൂപ്രകൃതി സവിശേഷ ഭൂപട ചിത്രീകരണം എന്താണ്? അപ്പൊ എന്താണ് തലക്കെട്ട് നോക്കാം കേട്ടോ. ഒരു ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രധാന ഭൗമോപരിതല സവിശേഷതകളെയാണ് തലക്കെട്ട് എന്ന് സൂചിപ്പിക്കുന്നത്. ഇത് നൽകിയിട്ടുള്ള ഭൂപട തലക്കെട്ട് നോക്കൂ. കേരളത്തിലെ ഭൂപ്രകൃതി സവിശേഷം ഭൂപടം ചിത്രീകരിച്ചിട്ടുള്ളത് എന്നതാ? കേരളം ഭൂപ്രകൃതി തലക്കെട്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? കേരളത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകളാണ് ഈ ഒരു ഭൂപടത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കേരള ഭൂപ്രകൃതി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു തലക്കെട്ട് കൊടുത്തിരിക്കാനുള്ള കാരണം. അപ്പോൾ അതാണ് തലക്കെട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് തോത്? തോത് അടിസ്ഥാനമാക്കിയാണ് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതെന്ന് നമുക്കറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞൊരു തോതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഭൂപടം നിർമ്മിക്കുന്നത്. അപ്പോൾ 1 ഏക്കർ സ്ഥലത്തിന് ഭൂപടം തയ്യാറാക്കുവാണെങ്കിൽ 1 ഏക്കർ വലിയൊരു പേപ്പർ എടുത്ത് നമുക്ക് വരച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ വലിയ അളവിനെ ചെറിയ അളവായിട്ട് കൺവേർട്ട് ചെയ്താണ് തോതെന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ തോതിനെ അടിസ്ഥാനമാക്കിയാണ് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത് നമുക്കറിയാം. ഭൂപടത്തിൽ 2 തരങ്ങൾ തമ്മിലുള്ള അകലവും ഭൂപടത്തിൽ അതേ 2 സ്ഥലങ്ങളെ അകലവും തമ്മിലുള്ള അനുപാതമാണ് എന്ത്? തോതെന്ന് പറയുന്നത്. ഒരു നദിയുടെയോ റോഡിൻ്റെയോ റെയിൽ പാതയുടെയോ നീളം ഒരു പ്രദേശത്തിൻ്റെ വിസ്തൃതിയോ ഒരു ഭൂപരിതലത്തിൻ്റെ സവിശേഷതയുടെ വ്യാപ്തിയോ ഒക്കെ ഭൂപടം ഉപയോഗിച്ച് കൃത്യമായി കണക്കാക്കുന്നത് തോതിനെ അടിസ്ഥാനമാക്കിയാണ്. ഭൂപട തോത് അടിസ്ഥാനമാക്കി റോഡിൻ്റെ യഥാർത്ഥ നീളം കണ്ടുപിടിച്ച് ഓർക്കുന്നില്ലേ? അതുപോലെ സാമൂഹ്യ ശാസ്ത്ര ലാബിലുള്ള ഭൂപടങ്ങളുടെ തോത് അടിസ്ഥാനമാക്കി പ്രദേശങ്ങൾ തമ്മിലുള്ള അകലം, റോഡിൻ്റെയും നദിയുടെയും റെയിൽപാതയുടെയും തമ്മിലുള്ള നീളം എന്നിവ കണ്ടെത്തി എഴുതൂ. ചിത്രത്തിൽ കാണുന്ന പോലെ റോഡിൻ്റെയും നദിയുടെയും നീളത്തെ കണ്ടെത്താൻ ഒരു ചരട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ചരട് ഉപയോഗിച്ച് റോഡിൻ്റെയും നദിയുടെ നീളം കണ്ടെത്തുക. പിന്നീട് ഒരു സ്കെയിലിൻ്റെ സഹായത്തോടെ നീളം അളന്നെടുക്കുക. ഭൂപടത്തിലെ തോത് അടിസ്ഥാനമാക്കി യഥാർത്ഥ നീളം കണ്ടെത്തുകയും ചെയ്യാൻ പറ്റും. ഇവിടെ 7 സെൻറ്റിമീറ്റർ ആണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ ഭൂപടത്തിൽ 1 സെൻറ്റിമീറ്റർ ഭൗമോപരിതം 1 കിലോമീറ്റർ ആയി കണക്കാക്കപ്പെടുന്നു. അതായത് 1 സെൻറ്റിമീറ്റർ എന്തായിട്ട് കണക്കാക്കപ്പെടുന്നു? 1 കിലോമീറ്റർ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇതിനനുസരിച്ചായിരിക്കും തോത് നിർണ്ണയിക്കപ്പെടുന്നത്. പ്രധാനമായിട്ട് എന്തൊക്കെയുണ്ട്? പ്രസ്താവന രീതിയുണ്ട്, ഭിന്നക രീതി ഉണ്ടെന്നും ഓർക്കുക. അടുത്തത് രേഖീയ രീതിയാണ് കേട്ടോ. എന്തായിരിക്കും രേഖീയ രീതി എന്ന് പറയുന്നത്? ചിത്രത്തിൽ നൽകിയിട്ടുള്ള രീതിയിൽ തോത് വരച്ച് രേഖപ്പെടുന്ന രീതിയാണ് ഏത്? രേഖീയ രീതി എന്ന് പറയും. ചിത്രത്തിൽ രീതിയിൽ പോലെ തോത് വരച്ച് രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് ഏതാണ്? അത് രേഖീയ രീതിയാണ്. അടുത്തത് ദിക്കുകളാണ്. ദിക്കുകളെ പറ്റിയുള്ള ധാരണ നിങ്ങൾക്ക് മുൻ ക്ലാസ്സുകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടല്ലോ. ഭൂപടത്തിൽ മുകൾ ഭാഗത്ത് N എന്ന് അടയാളപ്പെടുത്തി ശ്രദ്ധിച്ചില്ലേ? ഈ ഭൂപടത്തിലുള്ള പ്രദേശത്തിൻ്റെ വടക്കിനെ സൂചിപ്പിക്കുന്നു. ഭൂപട സഹായത്തോടെ നാം ഒരു യാത്ര പോകുന്നു കരുതുക. അങ്ങനെയാണെങ്കിൽ ഒരു വടക്ക് നോക്കി യന്ത്രം ഉപയോഗിച്ച് വടക്ക് കണ്ടെത്തി ഭൂപടത്തിൽ രേഖപ്പെടുത്തിയുള്ള വടക്ക്
എന്താണ് വടക്ക് നോക്കി യന്ത്രത്തിന് അനുസൃതമായി ക്രമീകരിച്ചാൽ മാത്രമേ ദിശ തെറ്റാതെ നമുക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ദിക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഭൂപടത്തിന് മുകളിൽ രേഖപ്പെടുത്തുന്നിട്ടുണ്ടാവും ദിക്കുകൾ. അപ്പോൾ ആ ദിക്കുകൾ നോക്കിയിട്ടായിരിക്കും ഭൂപടം അനുസരിച്ച് നമ്മൾ സന്ദർശിക്കുക, അല്ലെങ്കിൽ എങ്ങോട്ടേലൊക്കെ പോകുന്നതൊക്കെ നമ്മൾ ആ ദിക്കുകൾ നോക്കിയിട്ടായിരിക്കും. ഇനി അംഗീകൃത ചിഹ്നങ്ങളും നിറങ്ങളും. ഭൂപടങ്ങളിൽ മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായ വിവിധ ഭൗമോപരിത സവിശേഷത ചിത്രീകരിക്കുന്നതെന്ന് നമുക്കറിയാം. ഓരോ ഭൗമോപരിത സവിശേഷതകളും വ്യത്യസ്ത നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നു. ആഗോള തലത്തിൽ അംഗീകരിക്കപ്പെട്ടുള്ള നിറങ്ങൾ ചിഹ്നങ്ങളും ഇതിനായി ഉപയോഗിക്കുന്നു. അപ്പം നമുക്ക് അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും നോക്കാം. ഭൂപടങ്ങളിൽ മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായ വിവിധ ഭൗമോപരിത സവിശേഷതകൾ ചിത്രീകരിക്കുന്നത് നമുക്കറിയാം. ഓരോ ഭൗമോപരിത സവിശേഷതകളിലും വ്യത്യസ്ത നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചാണ് ചിത്രീകരിക്കുന്നത്. ഭൂപടങ്ങളിൽ ഭൂവിവരങ്ങൾ ചിത്രീകരിക്കുന്ന ആഗോള തലത്തിൽ അംഗീകരിക്കപ്പെട്ടുള്ള നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഏതൊരു രാജ്യത്തിനോർക്കും ആശയക്കുഴപ്പമില്ലാതെ ഏതൊരു രാജ്യത്ത് നിർമ്മിച്ച ഭൂപടവും വായിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും ഒക്കെ ഉപയോഗിച്ചു വരുന്നത്. അപ്പൊ ഇവിടെ അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും കൊടുത്തിട്ടുണ്ട്. പച്ച എന്ന് പറഞ്ഞാൽ നൈസർഗിക സസ്യജാലങ്ങളെ സൂചിപ്പിക്കാനാണ് പച്ച നിറം ഭൂപടത്തിൽ കൊടുക്കുന്നത്. മഞ്ഞ കൃഷിയിടങ്ങളെ സൂചിപ്പിക്കാനും, ചുവപ്പ് പാർപ്പിടങ്ങളെയും റോഡുകളെയും സൂചിപ്പിക്കാനും, കറുപ്പ് തീവണ്ടിപ്പാത, അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, ടെലിഫോൺ ലൈൻ എന്നിവ സൂചിപ്പിക്കാനുമാണ് കറുപ്പ് നിറം കൊടുക്കുന്നത്. നീല ജലാശയങ്ങളെയും തവിട്ട് പാറക്കൂട്ടങ്ങളും മണൽക്കൂനകളും കുന്നുകളെയും സൂചിപ്പിക്കാനാണ് തവിട്ട് നിറം കൊടുക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പല തവണ പ്രീവിയസ് ഇയർ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. പച്ച നൈസർഗിക സസ്യജാലങ്ങൾ, മഞ്ഞ കൃഷിയിടങ്ങൾ, ചുവപ്പ് പാർപ്പിടങ്ങൾ റോഡുകൾ, തീവണ്ടിപ്പാത, അക്ഷാംശ രേഖാംശ രേഖകൾ, ടെലിഫോൺ ലൈൻ കറുപ്പ്, നീല ജലാശയങ്ങൾ, പാറക്കൂട്ടങ്ങൾ, മണൽക്കൂനകൾ, കുന്നുകളൊക്കെ തവിട്ട് നിറവുമാണ് സൂചിപ്പിക്കുന്നത്. ഇനി ടാറിട്ട റോഡ് 2 രേഖയാണ്, തീവണ്ടിപ്പാത, അതുപോലെ അരുവി, നദികള്, ക്രിസ്ത്യൻ പള്ളി, ക്ഷേത്രം, മുസ്ലിം പള്ളി, പാർപ്പിടങ്ങള്, പോസ്റ്റ് ഓഫീസ്, കിണറ്, പോലീസ് സ്റ്റേഷൻ, കോട്ട, പാലം, കുളം, കുഴൽക്കിണർ, ശ്മശാനം എന്നിവയ്ക്കൊക്കെ ഇവിടെ എന്താണ് ഓരോ സിംബൽസും കൊടുത്തിട്ടുണ്ട്. അക്ഷാംശ രേഖാംശ രേഖകൾ. ഭൂമിയിലെ ഓരോ പ്രദേശത്തിന്റെയും ഭൗമോപരിത സവിശേഷതകളുടെ ഒക്കെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അക്ഷാംശ രേഖാംശ രേഖകൾ അനിവാര്യമാണ്. ഭൂപടങ്ങളിൽ നിന്ന് ഭൗമോപരിത സവിശേഷതകളെ പറ്റിയുള്ള വിവരങ്ങൾ വായിച്ചെടുക്കുന്നതിനും എങ്ങനെയാണ് ധാരണ നിങ്ങൾക്ക് ലഭിച്ചുവല്ലോ. ഇത് ശേഖരിക്കുന്ന സൂക്ഷിക്കാനും അപഗ്രഥിക്കാനും പ്രയോജനപ്പെടുത്താനും ഇന്ന് നിരവധി നൂതന സാങ്കേതിക വിദ്യകൾ നിലവിലുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഉണ്ടായ പുരോഗതി ഭൗമോപരിത സവിശേഷതയുടെ വിവരശേഖരണം, വിശകലനം, അവതരണം, ചിത്രീകരണം, ഭൂപട നിർമ്മാണം തുടങ്ങിയവയുടെ അത്ഭുതപൂർവമായിട്ട് മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നു. അപ്പോൾ എന്താണ് പല രീതിയിലുള്ള ഭൂപട നിർമ്മാണങ്ങൾ നമ്മളിവിടെ കണ്ടു. പല രീതിയിൽ ഭൂപടങ്ങളെ വായിക്കുന്നത് എങ്ങനെയാണ്, തോത് നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്, അക്ഷാംശ രേഖാംശ സ്ഥാനങ്ങൾ, തലക്കെട്ടുകൾ, ഭൂപ്രകൃതി, അത് ചിഹ്നങ്ങൾ, നിറങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു അല്ലേ. വിദൂര സംവേദനം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ കുറിച്ച് വിവരങ്ങൾ വിദൂര സംവേദനം സ്പർശന ബന്ധം കൂടാതെ ഉപകരണങ്ങളുടെ സഹായത്തോടെ ശേഖരിക്കുന്ന രീതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? വിദൂര സംവേദനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിദൂര സംവേദനത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് മാത്രം, റിമോട്ട് സെൻസിങ്ങിനെ കുറിച്ച് മാത്രം ഞാനൊരു ഡീറ്റെയിൽഡ് ക്ലാസ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടു നോക്കാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ വിദൂര സംവേദനം എന്താണെന്ന് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ ലോക്ക്ഡൌൺ സമയത്ത് ആളുകൾ കൂട്ടം കൂടി നിൽക്കാനോ അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ പങ്കെടുക്കാനോ ഒന്നും പാടുണ്ടായിരുന്നില്ല. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കണം എന്ന് കർശനമായിട്ടുള്ള നിലപാടുണ്ടായിരുന്നു. ലോക്ക്ഡൌൺ സമയത്തിന്റെ ഫസ്റ്റ് ടൈമിൽ അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു അല്ലെ. ആ ഒരു സമയത്ത് ആളുകൾ എന്താണ് പൊതുവിടങ്ങളിൽ കളിക്കാനും ഒക്കെ വരികയും പിന്നെ ഡ്രോൺ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആളുകൾ ചിതറി ഓടുന്ന വീഡിയോ ഒക്കെ നമ്മൾ പല സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടിട്ടില്ലേ. അപ്പൊ അതെന്താണ്, ഇത്തരത്തിൽ ഡ്രോൺ പറപ്പിച്ചുള്ള വിവരശേഖരണം ഒരു വിദൂര സംവേദനമാണ്. പോലീസുകാരാണ് ഡ്രോൺ പറപ്പിച്ച് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടോ, നിയമലംഘനം നടത്തുന്നുണ്ടോ, ലോക്ക്ഡൌൺ നിയമങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എന്താണ് ഡ്രോൺ ഉപയോഗിച്ചിരുന്ന പോലീസുകാരല്ലേ. അപ്പൊ കൂട്ടം കൂടി നിൽക്കുന്നവരുടെ അടുത്തേക്ക് ഡ്രോൺ ചെല്ലുന്നതും അവർ ആളുകൾ പല സ്ഥലത്തേക്കൂടെയൊക്കെ ഓടുന്നതുമായിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ആ ഒരു സമയത്ത് പ്രചരിച്ചിരുന്നു അല്ലെ. അപ്പൊ പോലീസുകാർ എന്താണ് വിദൂര സംവേദനം എന്ന കോൺസെപ്റ്റ് പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്താണ്. ഇവിടെ കണ്ടോ, ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഒരു കാര്യത്തെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് നേരിട്ട് അവിടെ പോയി അന്വേഷിക്കാതെ ഒരു ഉപകരണത്തിന്റെ സഹായത്തോടെ, ഡ്രോണിന്റെ സഹായത്തോടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന രീതിയാണ് ഇത് വിദൂര സംവേദനം. ഡ്രോൺ മാത്രമല്ല
വേറെ ഏത് സംവിധാനം കൊണ്ട് നമുക്ക് ഇതുപോലെ വിദൂര സംവേദനം വഴി വിവരങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വിദൂര സംവേദനത്തെ കുറിച്ച് മാത്രമായിട്ട് ഡീറ്റെയിൽഡ് ക്ലാസ് എടുത്ത് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടു നോക്കാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ എന്താണ് വിദൂര സംവേദനം എന്നും അതിന്റെ കൃത്യമായുള്ള വിവരങ്ങളും ലഭിക്കും. ബലൂണുകൾ, വിമാനങ്ങൾ, കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്നിവയുടെ ക്യാമറകൾ, സ്കാനറുകൾ വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. എന്നിവ ഘടിപ്പിച്ച് ഭൂവിവരങ്ങൾ ശേഖരിക്കാം. ഇത്തരത്തിൽ ഭൂവിവരങ്ങൾ ശേഖരണ ഉപകരണങ്ങൾ അഥവാ സംവേദനങ്ങൾ ഘടിപ്പിച്ച പ്രവർത്തനങ്ങളെ പ്ലാറ്റ്ഫോമുകൾ എന്നും വിളിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഭൂതല വിദൂര സംവേദനം. ഭൂതലത്തിൽ നിന്നും ഭൗമോപരിതല സവിശേഷത ക്യാമറകൾ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ് ഏത്? ഭൂതല വിദൂര സംവേദനം. ഭൂതല വിദൂര സംവേദനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂതലത്തിൽ നിന്ന് ക്യാമറ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ പകർത്തുന്ന വിദൂര രീതി. കണ്ടോ, ഒരാൾ ക്യാമറ ഉപയോഗിച്ച് മുകളിലുള്ള കാര്യങ്ങളൊക്കെ പകർത്തിയെടുക്കുന്നു. ഇനി അടുത്തത് എന്താണ്? അടുത്ത ആകാശീയ വിദൂര സംവേദനമാണ്. വിമാനത്തിൽ ഘടിപ്പിച്ചുള്ള ക്യാമറയുടെ സഹായത്തോടെ ആകാശത്തു നിന്നും ഭൗമോപരിതല കാര്യങ്ങള് എന്താണ് ചിത്രം പകർത്തുന്ന രീതി. കണ്ടോ, ക്യാമറ വിമാനത്തിൽ ഉപയോഗിച്ചിട്ട് താഴെയുള്ള ചിത്രങ്ങൾ പകർത്തും. മറ്റൊന്ന് എന്താണ്? ഉപഗ്രഹ വിദൂര സംവേദനം. അത് കൃത്രിമ ഉപഗ്രഹങ്ങൾ ഘടിപ്പിച്ചുള്ള സംവേദനം വഴി എന്താണ് വിവരങ്ങൾ ശേഖരിക്കുന്ന രീതി. 3 രീതിയിലുണ്ട്. ഒന്ന് ഭൂതല വിദൂര സംവേദനം, ആകാശീയ വിദൂര സംവേദനം, ഉപഗ്രഹ വിദൂര സംവേദനം. ഇനി ഭൂവിവര വ്യവസ്ഥ എന്താണെന്ന് നോക്കാം. ഭൂപട വിശകലനം, വിദൂര സംവേദനം തുടങ്ങിയ മാർഗങ്ങളിലൂടെ ഭൂമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അഥവാ ഭൂവിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞല്ലോ. ഈ മാർഗങ്ങളുടെ ശേഖരിക്കുന്ന വിവരങ്ങൾ വിശകലനം ചെയ്ത് നിഗമനം രൂപപ്പെടുത്താനും ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ മുതലായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാനും കഴിയുന്നു. ഭൂവിവരങ്ങൾ വിശകലനം ചെയ്ത് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനായി എന്താണ് സോഫ്റ്റ്വെയർ അധിഷ്ഠിത കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യയാണ് എന്താണ് ഭൂവിവര വ്യവസ്ഥ അഥവാ GIS എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്തരത്തിൽ ഭൂവിവര വ്യവസ്ഥ GIS വെച്ച് നമുക്ക് എന്താണ് വിവരങ്ങൾ കളക്ട് ചെയ്ത് ഇൻഫർമേഷൻസ് ഒക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഭൂവിവര വ്യവസ്ഥയെ കണ്ടെത്തുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് നോക്കുക. ഒന്ന് വ്യവസായം, വാണിജ്യം, വിദ്യാഭ്യാസം, വാർത്താവിനിമയം, കൃഷി, ആസൂത്രണം, ജലസേചനം, ഗതാഗതം, പ്രകൃതി നിവാരണം, അതുപോലെ ഭൂവിഭവ പരിപാലനം ഒക്കെ എന്താണ് GPS സാങ്കേതിക വിദ്യ നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം GPS. ഒരു വിമാനം ആകാശത്ത് സഞ്ചരിക്കുമ്പോൾ അതിന്റെ സ്ഥാനം, പറക്കുന്ന ഉയരം, ദിശ, ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ എടുക്കുന്ന സമയം ഇതൊക്കെ കൃത്യമായി കണ്ടെത്തുന്ന ഒരു സാങ്കേതിക വിദ്യയെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നാണ് ഈ സാങ്കേതിക വിദ്യ അറിയപ്പെടുന്നത്. ഭൂമിയിലെ വസ്തുവിന് അക്ഷാംശ, രേഖാംശ സ്ഥാനം, ഇതിന്റെ ഉയരം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ്. ഇനി അതൊരു ചലിക്കുന്ന വസ്തുവിനാണെങ്കിലോ അതിന്റെ സ്ഥാനം, സഞ്ചാര ദിശ, സഞ്ചാര വേഗത, സമയം എന്നിവയൊക്കെ കൃത്യമായി നിർണ്ണയിക്കാൻ ഈ ഒരു സാങ്കേതിക വിദ്യക്ക് നമുക്ക് സാധിക്കും. വിമാനങ്ങൾ, കപ്പലുകൾ തുടങ്ങിയ മിക്ക വാഹനങ്ങളും GPS സംവിധാനം ഇന്ന് ഉപയോഗിക്കുന്നു. ഒരു കൂട്ടം കൃത്രിമ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഈ സംവിധാനം നടപ്പിലാക്കി വരുന്നത്. വിദൂര സംവേദനം, ഭൂവിവര വ്യവസ്ഥ, GPS എന്നിവ സാങ്കേതിക സാധ്യത രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിനും രാജ്യ പുരോഗതിക്കും പ്രയോജനപ്പെടുത്തുമ്പോഴാണ് മനുഷ്യ ജീവിതം കൂടുതൽ മെച്ചപ്പെടുന്നതും അർത്ഥപൂർണമാകുന്നതും. നാം ആർജിച്ച ശാസ്ത്ര പുരോഗതിയും ശാസ്ത്രബോധവും നമുക്ക് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. ഇന്ത്യയുടെ ISRO വികസിപ്പിച്ച ഭൂപട നിർമ്മാണ സംവിധാനമാണ് ഭുവാൻ. അതുപോലെ GIS, വിദൂര സംവേദനം എന്നിവയെ പരമാവധി സാധ്യത പ്രയോജനപ്പെടുത്തിയുള്ള സംവിധാനത്തിന് സവിശേഷത വിവര സാങ്കേതിക വിദ്യയുടെ സഹായം കൂടി പ്രയോജനപ്പെടുത്താൻ പറ്റും. അപ്പൊ ഇന്ത്യയുടെ ISRO വികസിപ്പിച്ചെടുത്ത ഭൂപട നിർമ്മാണ സംവിധാനം ഏതാണ്? ഭുവാൻ ആണെന്നൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിച്ചത്? ഭൂപട നിർമ്മാണത്തെ കുറിച്ചും അതിന്റെ വിവിധ വശങ്ങളെ കുറിച്ചും ഒക്കെ ആണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിച്ചു പോയത്. അപ്പൊ SCRTയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ്, അതായത് SCRT 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിലെ പഴയതും പുതിയതുമായിട്ടുള്ള മുഴുവൻ SCRT പാഠപുസ്തകത്തെയും അടിസ്ഥാനപ്പെടുത്തി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നൽകുന്നതായിരിക്കും. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ SCRT എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് SCRT പാഠപുസ്തകം വായിക്കേണ്ട ആവശ്യത വരില്ല. അത്ര മാത്രം നമ്മൾ അതിനകത്ത് ഓരോ പോയിന്റുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് തയ്യാറാക്കിയത്. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ മടിക്കാതെ തന്നെ മെസ്സേജ് ചെയ്യുക. SCRT എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.